ഇവാലുവേഷൻ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യണം. എല്ലാ കാര്യവും ഈ ടീച്ചേഴ്സിനെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്യിക്കണം. അപ്പോൾ അവരെ നന്നാക്കിയെടുക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. ഒന്നുകിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവരുടെ ഗുണനിലവാരം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാനിപ്പുലേഷനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് മാർക്കിൽ മാത്രം അല്ലാത്ത ഒരു ഗ്രേഡിങ് നൽകിയാലോ? ഇപ്പോൾ നമ്മുടെ ഒരു സ്കൂള് ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു 100% ആൾക്കാരും A+ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ഉയർന്ന കാര്യം. ആ വിദ്യാലയത്തിലെ കുട്ടികളുടെ ക്രൈം റെക്കോർഡ്സ് നമ്മൾ എടുക്കുന്നു വിചാരിക്കുക. ചെറിയ പെറ്റി വയലേഷൻ മുതൽ പ്രായപൂർത്തിയാകാതെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നു. ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ, ഏതൊക്കെ കുട്ടികളാണ്? ഒരു വിദ്യാലയത്തിന് അത്ര കുട്ടികൾ ഇത് വയലേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നു, ഹെൽമറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കുന്നു, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യേണ്ട സ്ഥലത്ത് കൂടി അല്ലാതെ ക്രോസ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ഇവാലുവേറ്റ് ചെയ്തൂടെ? ഇതൊക്കെ ഇവാലുവേറ്റ് ആ കുട്ടികൾ നമ്മുടെ ഇപ്പോൾ ക്യാമറയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വരുന്ന സമയത്ത് കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് 360 ഡിഗ്രി ഇവാലുവേഷൻ സമൂഹം ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പല സ്കൂളിലേക്കും നാട്ടുകാർ കുട്ടികളെ എന്തൊക്കെയാണ് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് PTA-ക്കാർക്കും HM-നൊക്കെ അയച്ചു കൊടുക്കുന്ന ഇപ്പോഴും ഉണ്ട്. നാളെ ഇത് കുറച്ചും കൂടിയൊക്കെ പോസിറ്റീവ് കൂടിയും വരും. അപ്പോൾ ടീച്ചേഴ്സിനെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ദുരുപയോഗം ചെയ്യും, സ്ഥാപനം ദുരുപയോഗം ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു അധ്യാപകർക്കും കൂടി ഇതിൽ രക്ഷാകർത്താക്കൾക്കും കൂടി ഇതിലൊരു റോള് വരും. സ്വയം വിലയിരുത്താനുള്ള ഒരു ഏറ്റവും വലിയ വിലയിരുത്തൽ ആരാണ് വിലയിരുത്തുക? നമ്മളല്ലേ.